ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ FJ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു മിനിറ്റ്, ഞാൻ ഈ വാതിലൊന്ന് അടച്ചോട്ടെ. ഇവിടുന്ന് സൗണ്ട് വരും, അടച്ചോട്ടാത്ത മീൻ പൊരിക്കുന്നുണ്ട് സൗണ്ട് കേട്ടോ. സൗണ്ട് അപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ചന്ദനമയിലെ അമൃത വർഷ ഊർമിള. വീഡിയോ എടുക്കും വീട്ടിലെ അണിഞ്ഞൊരുങ്ങി സംഭവമൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പുറത്ത് പോകാണ്ട്. അപ്പൊ പിന്നെ എന്തായാലും മാറ്റണം. അപ്പൊ പിന്നെ മാറ്റിയതിന് ശേഷം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞങ്ങൾ രാത്രി ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, അൽ സൈഫു മറിയം. സൈഫു മറിയുന്നുണ്ടല്ലോ വീഡിയോ, സൈഫു നിസാണ്. സോറി സൈഫു നിസ. അപ്പൊ കുഞ്ഞാമ്മക്ക് എന്താണ് നിങ്ങൾ അതിഥിയാവൂല, നിങ്ങൾ ഇവിടുത്തെ മോളാണ്, അപ്പൊ അതിഥിയാവൂല. അപ്പൊ ഞങ്ങൾ ഷവായ അതൊക്കെ അതാരെ വരുന്നോക്ക്. നമ്മള് വീഡിയോ എടുക്കുമ്പോ എപ്പോഴും നമുക്ക് ഗസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ക്യാമറ കൊണ്ട് തിരിച്ചോളി. ഈ പറഞ്ഞ ഉമ്മച്ചീന്റെ അനിയത്തി നേരെയുള്ളത് ഒരു അനിയത്തിയാണ് ക്യാമറാമാൻ സേഫു. പിന്നെ കുഞ്ഞാമ്മന്ന് വിളിക്കും. പിന്നെ എളാമാന്ന് വിളിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മൾ പറഞ്ഞ പോലെ ഷവായ. സാധാരണ ഇത് ഉണ്ടാക്കല്, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ എന്തിനാ കൂട്ടിയത്? സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല് താത്തയാണ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഇതിൽ എന്തൊക്കെ ഉണ്ട് വെച്ചാല് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുവള്ളി, മല്ലിയില, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ വിനാഗിരി. അപ്പൊ ഇത് വെച്ചാല് ഞങ്ങൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നല്ലോണം അപ്പൊ ഞാനിത് തേക്കണേ. എന്റെ കൈ നീറുവോ? റെഡ് കളർ ഒന്നും വേണ്ട, നമ്മൾ നാച്ചുറലായിട്ട് കൈ കൊണ്ട് നാച്ചുറലായിട്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി മറിക്കുന്നുണ്ടേ. ആർക്കെങ്കിലും വിരോധം? ഇത് ഇപ്പൊ ഇങ്ങനെ ഇതിനപ്പുറല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് നോമ്പിന്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പറയണോ? നമുക്ക് പറയാം, പറയട്ടെ. അപ്പൊ പിന്നെ വേറെ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനോ, കറണ്ട് പോയി. കഥ പറയും. ഇവിടെ നോമ്പ് തുറണ്ടേ, എനിക്കൊന്ന് എത്ര വർഷം മുന്നേ? കൊറേ, ഒരുപാട്. ഒരു 3 വർഷം മുന്നേ. അപ്പൊ നമ്മൾ ജ്യൂസ് ലാസ്റ്റ് ആണല്ലോ അടിക്കുക. അപ്പൊ എന്തായി, ഈ ജ്യൂസ് അടിക്കുന്ന സമയത്തുണ്ട് കറണ്ട് പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു 5:30 മണി. ബത്തക്ക ജ്യൂസ് ആട്ടോ. അപ്പൊ ഇവരെന്താക്കി, ബത്തക്കൊക്കെ മുറിച്ചിട്ട് പാല് ഒഴിച്ച് ഇങ്ങനെ കുത്താൻ തുടങ്ങി. കുത്തുന്നതിന്റെ ഇടയില് ആരോ വന്നിട്ട് കുത്തിട്ടൊന്നും ആവാഞ്ഞിട്ട് പിന്നെ കൈ വെച്ച് ഉടക്കാൻ തുടങ്ങി. അതൊന്നും പോരാഞ്ഞിട്ട് ആരോ ഒരാള് കസേര ഇട്ടിരുന്നു, നോക്കുമ്പോ ചെയറിന്റെ കാല ഇതിലുള്ളത്, ചെയറിന്റെ കാല് ബത്തക്കന്റെ ജ്യൂസിലുള്ള. സമയം 5:30 മണിയായി. പിന്നെ നമ്മളത് മാറ്റിയില്ലേ? 5:45 ആയിക്കണേ. പിന്നെ അത് മാറ്റി ഞങ്ങൾ അത് ടാങ്ക് കലക്കി. എന്ത് ചെയ്യാനാ, കൊടുക്കാൻ പറ്റൂലല്ലോ, മോശല്ലേ. മോശം എന്ന് പറഞ്ഞാല് നമ്മളൊരു വീട്ടിൽ പോയിട്ട് ഞമ്മക്ക് അത് തരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊരു ഇടങ്ങേറല്ലേ. അപ്പൊ പിന്നെ ഞങ്ങളത് മാറ്റി. അതേപോലെ ഞാനിത് കൈയിട്ട് ഇളക്കുകയാണ്. ഷവായ. എല്ലാരും പറയും ഇതിപ്പോ എന്ത് കാണിക്കാനാ? ഒന്നും കാണിക്കാനില്ല. ഞങ്ങളത് ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗ് എന്ന് വെച്ചാൽ എന്താ, ഞങ്ങൾ എന്ത് വീട്ടിൽ ചെയ്യുന്നു അതൊക്കെ ഞങ്ങൾ കാണിക്കണം. അതാണ് ഞങ്ങളെ ഉത്തരവാദിത്തം. റെസിപ്പി ഒന്നും വേണ്ട. ഇതൊക്കെ യൂട്യൂബില് അൽ ഷവായ നടിച്ചു കൊടുത്താൽ എല്ലാം വരും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഉപ്പില്ലാതെ നോക്കി. പിന്നെ എന്താ മോളെ, ചിക്കൻ. ഓളമ്മക്ക് പല്ലൊക്കെ പറിച്ചിട്ട് ഉമ്മ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതിന് ഇപ്പഴൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഇതിന് രാത്രി ഉണ്ടാക്കൂല. ഞങ്ങള് ടൗണിൽ പോയി വന്ന് ഇത് കഴിച്ചിട്ട് പോവാട്ടോ. ഇന്ന് ഇവിടെ നിക്കണം കേട്ടോ. ഇവിടെ നിക്കണേ. ഇത് കഴിച്ചിട്ട് പോവാ പറയണോ? എന്താ ഡിമാൻഡാ? മുഖം നോക്കി പൊന്നു പോയോ? അപ്പൊ പിന്നെന്താ, പല്ല് പറിച്ചതിനെന്താ? ഓളെ ഞങ്ങളൊന്നും ചെയ്യൂല.
ഓളവിടെ കിടന്നോട്ടെ. ഓളവിടെ കിടന്നോട്ടെ, ഓള് ഫുള്ള് റെസ്റ്റ് എടുത്തോട്ടെ. ആ അത് ശരി, അവിടെ പോയിട്ട് നിൽക്കണേന്നല്ലേ ഇവിടെ റെസ്റ്റ് എടുത്തു. ആ നിങ്ങളവിടെ പോയിട്ട് ഓളെ പണി എടുപ്പിക്കൂലേ? എനിക്ക് തെരഞ്ഞ ക്യാമറ ഓഫ് ആക്കിയത്. ആ ഒരു മറ്റേതെവിടെ എന്ത് ടർക്കി ആ അപ്പൊ ഗൈസ് പിന്നെ ചിരിക്കാൻ പറ്റില്ല മോളെ. ഇപ്പൊ സമയം 12 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ, 12 മണി ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇതാക്കി ഇതെല്ലാവരും ഉണ്ടാക്കുമല്ലേ, മസ്റ്റായിട്ടും ഒരു 5 മണിക്കൂറെങ്കിലും ഇത് എന്താ പറയാ മസാല ആക്കി വെക്കണം കേട്ടോ. എന്നാലും അതിന്റെ ടേസ്റ്റ്. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത് എനിക്കൊന്നിനെ ആ 1/2 മണിക്കൂർ 6:30 ആക്കിയിട്ട് 7 മണിക്കൊക്കെ ചെയ്തു. പക്ഷെ അത് ഉമ്മച്ചി ഉണ്ടാക്കുക എന്താണ് സൗദി സ്റ്റൈൽ കേട്ടോ. മസാല ഒന്നുമില്ലാണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം കൂടെ മുറിച്ചിട്ടാണ് ഉമ്മച്ചി ഉണ്ടാക്കല്. ഞാൻ ഉരുളക്കിഴങ്ങ് പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ഉമ്മച്ചി നല്ല ഫുഡ് ഉണ്ടാക്കും, പക്ഷെ ഭയങ്കര മടിച്ചപ്പോ. അതോ ഇന്നലത്തെ വീഡിയോയിൽ ചെറുപ്പം പറഞ്ഞു ഞാൻ വന്നപ്പോ മുതലാണ് ചെറുപ്പം പണിയെടുക്കാൻ സ്റ്റോപ്പ് ആയത്. ഇവിടെ ഉമ്മച്ചി പറയും ഞാൻ മടിച്ചത് ഇവള് വന്നപ്പോ മുതലാണ്. അല്ലേ അല്ലേ സത്യം. ആ താത്ത പറയുന്നേക്കാം അമ്മച്ചി പലതരത്തിലുള്ള അച്ചാറുകള് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അച്ചാറൊന്നുമില്ല. വൈകുന്നേരം എപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങനെയായിരുന്നു. പക്ഷെ മടിയായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഇതേ പറഞ്ഞ തോന്നണം ഞാൻ മടിച്ചാണ്, പെട്ടെന്ന് ഉണ്ടാക്കും. ഞാൻ മടിച്ചതല്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വെച്ചുമ്പോൾ അതിനാ മടിച്ച വെറുതെ അതോടെ സഹായിച്ചെടുക്കണ്ടേ. അപ്പൊ വേഗം രണ്ടാളും മടിച്ചു. അല്ല വേറൊന്നല്ല, മടിയായതുകൊണ്ടാ. റെക്കോർഡായിട്ട് അല്ലെങ്കിലേ ടൈം പോകുന്നുണ്ടാവും. റെക്കോർഡ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ മൊത്തം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കില്ലേ. ഞാൻ ക്യാമറമാൻ ആവും, നിങ്ങൾ മുന്നിൽ നിൽക്കും. ഇതിലേത് ലൂയിക്കത്? ഇത് മീമിയല്ല, ഇത് ചിക്കനാ. അപ്പൊ ഗൈസ് നമ്മുടെ നിങ്ങൾ ചോദിക്കും ഇതെന്തിന് 2 ചിക്കനൊക്കെ, ഭയങ്കര ആക്രാന്ത അവിടെ. താത്താന്റെ ഒരു കഥയൊക്കെ ഉണ്ട് ചിക്കൻ തിന്നത്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊന്നും പറയാൻ പറ്റാത്ത കഥ ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഇത് തിന്നാൻ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. എളാമുണ്ട്, സെക്കെളാമുണ്ട്, പിന്നെ താത്താന്റെ മക്കള് സ്കൂളിട്ട് വരണം, ഐസി സ്കൂൾ ഇട്ട് വരണം. എല്ലാരും വന്നതിന് ശേഷം ഞങ്ങൾ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുള്ളൂ, രാത്രി ഉണ്ടാക്കും. അപ്പം ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ ഇടും. അതുവരെ ഞങ്ങൾ ബിസിയാണ്, ഞങ്ങൾ പുറത്തു പോകണം. ബാക്കി രാത്രി. ഓക്കെ ഹായ് ഗായ്സ്. എന്താ സോറി ഞാൻ ആക്ഷനാന്ന് വെച്ച് അത് സാരല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നു. ഇപ്പോ സമയം 6:40 ബാങ്ക് കൊടുക്കാൻ സമയം. എന്താണ് എന്ത് പ്രശ്നമോ? എന്തെങ്കിലും ഒരു വാക്ക് പഴച്ചാ മതി, അപ്പൊ അത് കട്ടേ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോന്ന് പറഞ്ഞു. ശരി ഓക്കെ. അപ്പൊ അതാ ഞങ്ങൾ വലിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഷവായ ഉണ്ടാക്കാൻ. നമുക്ക് ഷവായ എടുത്തിട്ട് വരാം. നിങ്ങളല്ലേ പറഞ്ഞത് റെസിപ്പി വ്ളോഗ് അല്ല, എന്നിട്ട് ഫുള്ള് റെസിപ്പി ആണല്ലോ. റെസിപ്പി ഇല്ലല്ലോ അതിന്, റെസിപ്പി ഇല്ല, റെസിപ്പി. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിർക്കാൻ പാടില്ല. അയ്യോ അടിയില് അടിയിൽ ഓയിൽ ഒഴിക്കില്ലല്ലോ, വേറെ പൊരിക്കുക. അത് പൊരിക്കുമ്പോള് അല്ല, അത് ഫുള്ള് ചോദിച്ചു വയ്ക്കും. അപ്പൊ ഗൈസ് നമ്മള് അതിനാണ് ഞാൻ വലുതെടുത്തത്. 2 ഒന്നിച്ചുള്ളൂല്ലേ? ഇതിപ്പോ ഏകദേശം എത്ര മണിക്കൂറായി ഉണ്ടാവും? നമ്മള് 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7 മണിക്കൂറായിട്ടോ. 7 hours. നല്ല മസാല ആയിട്ടുണ്ട്, അതെനിക്കറിയാം. നല്ല മസാല ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഈ ജാഫർക്കും താത്താക്കും കുഞ്ഞാമ്മ ശ്രദ്ധിച്ചിക്കണോ? ജാഫർക്കുണ്ട്. കാരണം ഞങ്ങൾ പെട്ടെന്ന് ഒരേ വയറ്റിൽ വന്നു വരാന്ന്. അപ്പൊ ഗൈസ് നമുക്കിത് ഇതിലേക്ക് ഇടട്ടെ. ഇതിന്റെ കാലോട് പോയി. ഓക്കെ ഗൈസ്
ഓക്കെ ഒന്നിട്ടെ ഇത് എന്ത് ചുടുമ്പോൾ കുതു 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 എന്ന് പറയുന്നത് ടിവിയില് അതില് കാണുമ്പോ അത് ഞാനല്ല, അത് ജാഫർഖാന്റെ വോയിസ്. ഞാനാ? മസാല ഇടും കുറച്ചിട്ടോ? അല്ല, ഇത് ഫുള്ള് ഇട്ടിട്ട് എന്നിട്ട് ചിക്കന് അല്ല ഞാൻ കണ്ടില് ഈ മസാല മൊത്തം ഇടും, എന്നിട്ട് അതില് വേവിക്കും, എന്നിട്ട് ചിക്കൻ അതിലുണ്ടാവും. അല്ല അതിലല്ല, നമ്മളെ ചിക്കൻ അത് എന്നിട്ട് ഈ മസാല നമ്മള് ഈ കറി പോലെ ഉണ്ടാവും, അത് എന്നിട്ട് എണ്ണയിലിട്ട് ഓയിലുണ്ടാവും. അപ്പൊ നമ്മൾ അറ്റപോലെ ഇഷ്യൂ കുറച്ച് വെള്ളം കൊണ്ടുത്തരോ? ഇവിടെ ബ്ലോഗർമാരെ കൊണ്ട് തട്ടിട്ട് നടക്കാൻ വയ്യ. അപ്പൊ അവന്റെ ജാഫർക്ക് വീഡിയോ ഇല്ലാണ്ട് പോയി. ജാഫർക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു 7:30 ആവും കേട്ടോ. ഈ പെണ്ണിനോട് ഞാൻ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞേ, ഞാൻ മറന്നുപോയി ഇത്. ഓ അതല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല വെള്ളം കൊണ്ട്. അത് പച്ചവെള്ളം, ഫിൽറ്റർ വെള്ളമല്ല. അപ്പൊ ഗൈസ് ഇത് നമ്മൾ മൂടുകയാണ്. അടി പിടിക്കൂലായിരിക്കൂലേ? ഒന്നിട്ട് ഇളക്കാല്ലേ? ഇതിന്റെ കയ്യും വെച്ച് ഞാൻ ഒരു കുക്കറിന്റെ കൈ വെച്ച് പൊട്ടിക്കും. അപ്പൊ പിറ്റേന്ന് ഞാൻ ഒന്ന് പൊട്ടിക്കും. അപ്പൊ നിങ്ങളും ഉണ്ട് കുടുംബപരമായിട്ട് കുക്കറിന്റെ ലാസ്റ്റ് നല്ല ലാസ്റ്റ് ആ ബട്ടർഫ്ലൈന്റെ പുതിയത് അതാണ് ആദ്യം പൊട്ടിച്ചേ. മെനഞ്ഞാന്നൊന്ന് ഞാൻ പൊട്ടിച്ചു. പിന്നെ ഇവിടുത്തെ ഗ്ലാസ്സുകള് ഒന്നും വെച്ച് പൊട്ടിക്കും, പിറ്റേന്ന് ഞാൻ പൊട്ടിക്കും. അപ്പൊ നമുക്ക് ബിസ്മി ഇനി ഇതാവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് എന്തെങ്കിലും വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. താത്ത പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? 17 വർഷം. 16 വയസ്സ്. മോളെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. പക്ഷെ 16 വയസ്സുള്ള കുട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇഷുവിന്റെ ബർത്ത്ഡേ ആണ്. ചിലപ്പോ ഈ വ്ളോഗ് ഇടുക ഓളെ ബർത്ത്ഡേന്റെ ശേഷമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഇഷുവിന് വേണ്ടി വിഷ് ചെയ്യണേ. അപ്പൊ ബിലേറ്റഡ് വിഷസ്. ഇഷു ഞാൻ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. ഉറപ്പാണല്ലോ? ഇതന്നെ വലിയ ഗിഫ്റ്റാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അതൊക്കെ 10 കൂടുതൽ വിഷസ് വരുന്നുണ്ടോ നോക്കാം. ഈ വ്ളോഗ് ഇടുമ്പോ 10 കൂടുതൽ വിഷസ് ഉണ്ടെങ്കിൽ ഈ രക്ഷപ്പെട്ടു. അതേപോലെ ഓള് 10th ആണ് കേട്ടോ. പറഞ്ഞ പോലെ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാലേ ഓക്ക് 10ാം ക്ലാസ്സിൽ പാസ്സാകാൻ പറ്റുള്ളൂ. ഫുൾ A+ ആണ് ഞങ്ങൾ കരുതുന്നത് കേട്ടോ. കുഞ്ഞാമ്മ. അപ്പൊ ഗൈസ് ഇനി ജാഫർക്ക് വരണം. ജാഫർക്ക് വരുന്നതിന് മുന്നേ പൊരിച്ച് നമുക്ക് സെറ്റ് ആക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു സ്ഥലത്ത് പോവാണ്ട്. അതാണ് ഞങ്ങൾ ഡ്രസ്സൊന്നും മാറാണ്ടിരിക്കുന്നത്. മുക്കിൽപീടിയ. മുക്കിൽപീടിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുപ്പാന്റെ വീടാണ്. തറവാട്. ഞങ്ങളൊക്കെ തറവാട് ഇവിടെ തന്നെയാ. ഒരു 5 കിലോമീറ്റർ 5 കിലോമീറ്റർ. ചൂരന്മലല്ല. ഓക്കെ. ഓ ഞാൻ അളന്നിട്ടൊന്നും ഞാൻ സ്കൂളിൽ പോകുമ്പോ നടന്നു പോയ ദൂര. ഇത്ര ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ കഴിയൂല. അന്ന് ഞാനൊക്കെ അല്ലേ ഇതില് അറിയുന്നവർക്ക് അറിയണ്ടായിരിക്കും. ഞാൻ പണ്ട് ക്വാർട്ടേഴ്സിലായിരുന്നു, NSS സ്കൂളിന് അവിടെ. ആ ക്വാർട്ടേഴ്സിന്ന് രാവിലെ ആവശ്യമില്ലാണ്ട് ടൗണിലേക്ക് നടക്കും. എന്തിന് മദ്രസ പോരാ? മദ്രസും പ്ലസ് ഉണ്ടായിട്ടില്ല. വേണ്ട, ഞാൻ കഥ പട്ടിക്ക് ഈ ടൗണിക്ക് നടന്നിട്ടില്ല. അത് 9-ന് ശേഷല്ലേ? ഇത് ചെറുപ്പത്തില് ഇത്തവട്ടകളെ 9. അത് വേറെ ആവശ്യമില്ലാണ്ട് ടൗണിക്ക് നടക്കും. അത് സീക്രട്ടാണ്, അതൊന്നും പറയാൻ പാടില്ല. മദ്രസക്ക് നടക്കും, എന്നിട്ട് മദ്രസ വിട്ടിട്ട് വീണ്ടും പൊരേക്ക് നടക്കും, എന്നിട്ട് പൊരേന്ന് വീണ്ടും സ്കൂളിലേക്ക് വരും. എത്ര നടത്താൻ? ഇവർക്കൊന്നും അത് പറ്റൂല. അതൊക്കെ പറയുമ്പോ നിങ്ങള് വലിയ ആൾക്കാരെ. അതല്ല ഞാൻ നിങ്ങളെ ബഹുമാനിക്കും.
കാണിക്കുന്നു. പറയുന്ന എന്താ അറിയോ, ഞങ്ങള് സ്കൂളിലും മദ്രസിലും പോലെ എങ്ങനെ അറിയോ, ഞങ്ങള് ഉമ്മച്ചിക്ക് പിടിച്ചോളൂ കരിഞ്ഞ മണം, പിന്നെ വെച്ചിട്ടുള്ളൂ കരിഞ്ഞ മണം ഇല്ലല്ലോ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മള് നടന്നിരുന്നത് എത്ര സ്ഥലമാണ് ആ, പിന്നെ 5-ാം നമ്പർ ചുണ്ടത്തോട്ടം 5-ാം നമ്പർ നടന്നെടുത്തിരുന്നു വരുന്നത്. അവിടുന്ന് ചുണ്ട വരെ ടൗണ് വരെ നടക്കും രാവിലെ മദ്രസക്ക്. സ്കൂളില് പിന്നെ ഇപ്പൊ ഇമ്മയൊന്നും ചോറ് കൊണ്ടാക്കാൻ വിടൂല സ്കൂൾക്ക്. അതും എന്റെ ഉമ്മയും പറയും, ഉച്ചക്ക് ചോറ് നടന്ന് പൊരേ പോയി ചോറുന്നു സ്കൂളിലെത്തുമ്പോത്തിന് പാവ ഉപ്പ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉപ്പ ഇപ്പൊ സങ്കടം വന്നിട്ടോ. ഉമ്മ ഇപ്പൊ സമ്മതിക്കൂല, സത്യാണ്. ഇവക്കില്ല. അതും ചായത്തോട്ടത്തിൽ കൂടെ എന്തോരം നടക്കും. നിങ്ങള് നടന്ന കാര്യം പറഞ്ഞപ്പോ അത് ഞങ്ങളെങ്ങനെ പക്ഷെ നല്ല രസമായിരുന്നു അവിടെ. ഞാൻ പറയും പണ്ട് കളിച്ച കളികൾക്കൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് അതൊക്കെ ഫോണായിട്ട് അയക്കുന്ന കണ്ട. അതിനൊക്കെ ആകെ കളിക്കാതെ ഫോണിനോടാ. ഒന്നില്ല ഫോണ് അല്ലെങ്കിൽ TV. ബ്ലോഗ് തുടക്കാണ്. എനിക്ക് തോന്നുന്നു ലൂയി പിന്നെയും എന്താണ് മണ്ണില് കളിക്കുന്നുണ്ട് അല്ലേ? ലൂയി പിന്നേക്ക് മണ്ണില് കളിക്കുന്നുണ്ട്. ഐസി ഒന്നും തീരെ ഇറങ്ങൂല. അപ്പൊ ഗൈസ്, ഇനി ഇതാവണം, ഇത് പൊരിക്കണം. ആ പൊരിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇനി എന്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വ്ലോഗ് എടുക്കുകയുള്ളൂ. എന്താ പാവ, അതിന് സങ്കടാവൂലേ? അല്ലെ ജാഫർഖാന്റെ ഫാൻസ് ചോദിക്കൂലേ, എവിടെ ജാഫർക്ക് എവിടെയെന്ന് ചോദിക്കില്ല. ആര്? ശരിയാ. എന്താ അവിടെയുള്ള താത്ത എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. താത്താക്ക് ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 3 മക്കളും ചോദിച്ചിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു അല്ലേ? ഹായ്. എനിക്ക് ഇഷ്ടട്ടോ മറ്റേ റിയാദിൽ നിന്നുള്ള വാപ്പു. ഭയങ്കര ഫാൻസോ. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ജാഫർക്ക വന്നതിന് ശേഷം വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മജ്ലിസാണ് ഞങ്ങൾ. അതാ കുഞ്ഞാമ്മന്റെ തേങ്ങാച്ചോറ് എടുത്തിട്ടേക്കണേ. ആരാ അടിയില്? ബെഡ്ഷീറ്റ്. നീ വരി, കമോൺ. നമ്മളെ സാധനം കാണണ്ടേ? ഇല്ല. ഗ്രേവി ഇടുന്ന വീഡിയോ കൂടെ വെച്ചോളി. ഇതേത് ഗ്രേവി ഫോട്ടോ കാണിച്ചോ? അപ്പൊ ഗൈസ്, വീഡിയോ എന്റെ മോനെ എന്താ ഗൈസ്, അടിപൊളി. ഞങ്ങള് വെറൈറ്റി ആയിട്ട് പച്ചമുളകൊക്കെ ഇട്ട്, പച്ചമുളക് ഞങ്ങൾ ഇട്ടത്, ഞാനും കുഞ്ഞാമ്മയും കൂടെ ഇട്ടതാ. താത്ത കൊണ്ടുവച്ചോ. എടുത്തിട്ടോ. ഒരു ഫോട്ടോ എടുക്കണോ ടീഷ? മറ്റാള് ചോറ് കഴിക്കാൻ തുടങ്ങി. തേങ്ങാച്ചോറ് കുഞ്ഞാമ്മക്ക് അല്ലേ? ഇത് ദൊഡ്ഡലി. ഇത് നടുത്തിട്ട് വെക്കി. ബ്രെഡ് എടുക്കണം. ബ്രെഡ് ഇടാം. ഇഡ്ഡലിയും കൂടി ചേർത്തിട്ടുള്ള റവ കൊണ്ടുണ്ടാക്കുന്ന. ഈശോ ക്ലാസ് എടുക്കാവാ. റവ കൊണ്ട് ഉണ്ടാക്കിയ ദോശ. ഇരിക്ക്. വരൂ. ലൂയി എന്താ കഴിക്കണേ? എല്ലാരും വരി. ചിക്കൻ വേണ്ട. ആ ചോറ് ഉണ്ടാക്കണ്ട, നടുക്കൊക്കെ വെച്ചു പിടിക്ക്. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് ഫുഡ് കഴിഞ്ഞിട്ട്. ദൊഡ്ഡലി ഉപ്പുടിയോ? നമ്മള് മസാലയില് ഇതാക്കിയില്ലേ, ചിക്കനിലേക്ക് ഓക്കെയാണ് ആ മസാലയ്ക്ക്. ഈ പച്ചമുളക് ഞാൻ നിർബന്ധം ഇടണം കേട്ടോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ തിന്നട്ടെ. ഞങ്ങൾ തിന്നുമ്പോ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഷാളൊക്കെ മാറ്റിയിട്ട് വേണം തിന്നാൻ. അപ്പൊ അപ്പം എല്ലാവരും
അപ്പൊ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.